കൊള്ളില്ലെന്നൊന്നും തോന്നിയില്ല. ചില കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലേക്ക് ആവുന്നില്ല. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വലിയൊരു ഹൈപ്പ് കൊടുത്ത് വരണ്ട, ഒരു ചില്ലാവാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് കണ്ടിട്ട് അങ്ങ് പോവാം. അത് ഓരോരുത്തരുടെ ഇതല്ലേ, കാഴ്ചപ്പാടില്ലേ, ഓരോരുത്തരുടെ രീതി വ്യത്യസ്തമല്ലേ. പടം കൊള്ളാം, വെറൈറ്റിയാണ്, നല്ല എന്താ പറയുക, പ്രതീക്ഷിക്കത്തിൽ കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് അത് ഈ സുമതി വളവ് ചെറിയ ചെറിയ ലാഗ് ഉണ്ട്, പക്ഷെ കൊള്ളാം, കണ്ടിരിക്കാം. വൺ ടൈം മാച്ചബിളാണ്. നല്ല ഉഗ്രം വളമായിരുന്നു. കൊള്ളില്ലെന്നൊന്നും തോന്നിയില്ല. ചില കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലേക്ക് ആവുന്നില്ല. ആ കഥ കേട്ടില്ലായിരുന്നു. ഒരു പ്രാവശ്യം എല്ലാം മിക്സ്ഡ് ആണ്, പക്ഷേ സ്പെഷ്യലായിട്ടൊന്നുമില്ല. സോ ഓക്കെ, വൺ ടൈം മാച്ചബിളാണ്. നല്ല ഫിലിമാണ്. അത് ഞാനിങ്ങനെ വളരെ റഫായിട്ട് കേട്ടിട്ടുള്ളൂ പലയിടം കണ്ട്, പക്ഷേ എനിക്കറിയില്ല. പടം കുഴപ്പമില്ല. നമ്മൾ കേട്ട കഥയല്ല, വേറെ സ്റ്റോറിയാണ്. അവരുടെ ഗൗകുൽ സുരേഷും അരുൺ അശോകും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സ്റ്റോറി, രസമുണ്ട് കാണാൻ. അത് ഓരോരുത്തരുടെ ഇതല്ലേ, കാഴ്ചപ്പാടില്ലേ, ഓരോരുത്തരുടെ രീതി വ്യത്യസ്തമല്ലേ. എനിക്കിഷ്ടപ്പെട്ടു, രസമുണ്ട് കാണാൻ. പടം നൈസായിരുന്നു, കൊള്ളാം. ഇല്ലില്ല, വലിയതൊന്നുമില്ല. ഒരു മലയാള സിനിമയിൽ ആനിമേഷനും പിന്നെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വലിയൊരു ഹൈപ്പ് കൊടുത്ത് വരണ്ട, ഒരു ചില്ലാവാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് കണ്ടിട്ട് അങ്ങ് പോവാം. ഞാൻ ഒരു റിവ്യൂ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഇന്ന് ഒരു പ്ലാനിങ്ങും ഇല്ല, ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും ജോലിക്ക് പോകണമെന്ന് വിചാരിച്ച് സിനിമയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ റിവ്യൂ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. സിനിമ കാണാൻ വരുമ്പോൾ ഞാൻ പൊതുവേ റിവ്യൂ നോക്കത്തില്ല. എൻ്റെ താല്പര്യത്തിൽ അങ്ങ് വന്നത്. റിയൽ എക്സ്പീരിയൻസ് കുഴപ്പമില്ല, ഓക്കെയാണ്.